നമസ്കാരം. പ്രധാന വാർത്തകൾ. ആശമാർക്ക് ആശ്വാസം. ഓണറേറിയം കൂട്ടാൻ ശുപാർശ. സംസ്ഥാനത്തെ ആശമാരുടെ ഓണറേറിയം കൂട്ടാൻ ശുപാർശ. ഓണറേറിയം 10,000 ആക്കി വർദ്ധിപ്പിക്കാനും വിരമിക്കൽ ആനുകൂല്യം കൂട്ടാനും ശുപാർശയുണ്ട്. പ്രശ്നങ്ങൾ പഠിച്ച വിദഗ്ധ സമിതി റിപ്പോർട്ടിലാണ് ശുപാർശയുള്ളത്. സമിതി ഇന്നലെ റിപ്പോർട്ട് സമർപ്പിച്ചു. സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശമാരുടെ സമരം 200-ാം ദിവസത്തിലേക്ക് എത്തിയിരുന്നു. അവതാരകനും നടനുമായ രാജേഷ് കേശവന്റെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു. നടനും അവതാരകനുമായ രാജേഷ് കേശവ് ഗുരുതരാവസ്ഥയിലെന്ന റിപ്പോർട്ട്. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇദ്ദേഹം. ക്രൗൺ പ്ലാസ ഹോട്ടലിൽ നടന്ന പരിപാടിക്ക് ശേഷം തളർന്നു വീണ രാജേഷിനെ ഉടൻ തന്നെ കൊച്ചി ലേക്ക് ഷോർ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിക്കുകയുണ്ടായി. കാർഡിയാക് അറസ്റ്റ് എന്നാണ് നിഗമനം. തുടർന്ന് ആൻജിയോപ്ലാസ്റ്റി ചെയ്യുകയും അദ്ദേഹത്തെ വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ചുവെന്നുമാണ് റിപ്പോർട്ട്. നിരവധി പേരാണ് രാജേഷിന്റെ തിരിച്ചുവരവിനായി പ്രാർത്ഥനകൾ പങ്കിടുന്നത്. ഓണാഘോഷത്തിനെതിരായ വർഗീയ പരാമർശം. അധ്യാപികയെ സസ്പെൻഡ് ചെയ്തു. മതസ്പർദ്ധ വളർത്തൽ ഉൾപ്പെടെ വകുപ്പുകൾ ചുമത്തി കേസെടുത്തതിന് പിന്നാലെയാണ് സ്കൂൾ മാനേജ്മെന്റിന്റെ നടപടി. പെരുമ്പിലാവ് കല്ലുംപുറം സിറാജുൽ ഉൽ സ്കൂളിലെ അധ്യാപികയാണ് വർഗീയ പരാമർശം നടത്തിയത്. സംഭവത്തിൽ ഡിവൈഎഫ്ഐ നേതാവ് നൽകിയ പരാതിയിലാണ് അധ്യാപികയ്ക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത്. സംഭവത്തിൽ പ്രതിഷേധം ശക്തമാകുന്നുണ്ട്. ഡിവൈഎഫ്ഐ അടക്കം സ്കൂളിലേക്ക് മാർച്ച് നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ സന്ദേശം എത്തിയതിന് പിന്നാലെ സ്കൂളിനെതിരെയും അധ്യാപികയ്ക്കെതിരെയും രൂക്ഷ വിമർശനമാണ് ഉയരുന്നത്. ഉദയകുമാർ ഉരുട്ടിക്കൊലക്കേസ്. ഹൈക്കോടതിയിൽ നിന്ന് നിർണായക വിധി. ഫോർട്ട് സ്റ്റേഷനിലെ ഉദയകുമാർ ഉരുട്ടിക്കൊലക്കേസിൽ മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ട് ഹൈക്കോടതി. അന്വേഷണത്തിൽ സിബിഐക്ക് ഗുരുതര വീഴ്ച പറ്റിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതി നടപടി. 1-ാം പ്രതിക്ക് സിബിഐ കോടതി വധശിക്ഷ വിധിച്ചിരുന്നു. ഈ വിധി ഉൾപ്പെടെ റദ്ദാക്കിക്കൊണ്ടാണ് ഹൈക്കോടതി മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ടത്. 2018-ലാണ് സിബിഐ കോടതി 2 പ്രതികൾക്ക് ശിക്ഷ വിധിച്ചത്. 2-ാം പ്രതി നേരത്തെ മരിച്ചിരുന്നു. 4 പ്രതികളെയാണ് കോടതി വെറുതെ വിട്ടത്. മതിയായ തെളിവുകളില്ലാത്ത കേസിൽ സിബിഐ അന്വേഷണം ശരിയായ രീതിയിലല്ലെന്നാണ് കോടതി ചൂണ്ടിക്കാണിക്കുന്നത്. ബിജെപിയിൽ പീഡന പരാതി. ബിജെപി നേതാവ് സി കൃഷ്ണകുമാറിനെതിരെയാണ് പരാതി ഉയർന്നത്. ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനാണ് പാലക്കാട് സ്വദേശിനി പരാതി നൽകിയത്. കുടുംബ പ്രശ്നമെന്ന് ബിജെപി വിശദീകരണം. സ്വത്ത് തർക്കവും കുടുംബ പ്രശ്നവുമാണ് പരാതിക്ക് പിന്നിലെന്ന് കൃഷ്ണകുമാർ പറയുന്നു. പിന്നിൽ സന്ദീപ് വാര്യരാണെന്നും കൃഷ്ണകുമാർ ആരോപിക്കുന്നു. കൃഷ്ണകുമാർ ലൈംഗികമായി പീഡിപ്പിച്ചെന്നാരോപിച്ച് പാലക്കാട് സ്വദേശിനിയാണ് പരാതി നൽകിയത്. തോട്ടപ്പള്ളിയിലെ വയോധികയുടെ കൊലപാതകം. 3-ാം പ്രതി അബൂബക്കറിന് ജാമ്യം. ആലപ്പുഴ സെഷൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. അബൂബക്കറിനെതിരായ കേസ് കെട്ടിച്ചമച്ചതാണ് എന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. കൊലപാതകം നടത്തിയത് തൃക്കുന്നപ്പുഴ സ്വദേശികളായ ദമ്പതികളാണെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. അബൂബക്കറിനെതിരെ ബലാത്സംഗ കുറ്റം ചുമത്തിയേക്കുമെന്നും വാർത്തയുണ്ടായിരുന്നു. കൊലപാതകത്തിൽ അബൂബക്കറിന് പങ്കില്ലെങ്കിലും വയോധികയെ ലൈംഗികമായി ഉപദ്രവിച്ചിട്ടുണ്ടെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. അറസ്റ്റിലായ സൈനുലാബ്ദീനും ഭാര്യ അനീഷയുമാണ് കേസിലെ 1ഉം 2ഉം പ്രതികൾ. IT ജീവനക്കാരനെ തട്ടിക്കൊണ്ടുപോയ കേസ്. നടി ലക്ഷ്മി മേനോന്റെ അറസ്റ്റ് തടഞ്ഞ ഹൈക്കോടതി. ജാമ്യാപേക്ഷയിൽ ഓണം അവധിക്ക് ശേഷം വിശദമായ വാദം കേൾക്കും. കൊച്ചിയിൽ IT ജീവനക്കാരനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചെന്ന കേസിലാണ് നടി ലക്ഷ്മി മേനോനെ പ്രതി ചേർത്തത്. നടിയുടെ ഒപ്പമുണ്ടായിരുന്ന 3 സുഹൃത്തുക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു. മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിച്ച ലക്ഷ്മിയുടെ അറസ്റ്റ് ഓണാവധി കഴിഞ്ഞ കേസ് വീണ്ടും പരിഗണിക്കും വരെ കോടതി തടയുകയായിരുന്നു. ഈ മാസം 24-ന് നഗരത്തിലെ ബാറിൽ 2 സംഘങ്ങൾ തമ്മിലുണ്ടായ വാക്കുതർക്കമാണ് തട്ടിക്കൊണ്ടുപോകൽ കേസിൽ കലാശിച്ചത്. ലക്ഷ്മി മേനോനും ഒപ്പമുണ്ടായിരുന്ന 3 സുഹൃത്തുക്കളും കാറിൽ പിന്തുടർന്ന് തടഞ്ഞു നിർത്തിയ ശേഷം തന്നെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച് ഉപേക്ഷിച്ചു എന്നാണ് IT ജീവനക്കാരനായ യുവാവിന്റെ പരാതി. ക്യാൻസർ ബാധിച്ച വീട്ടമ്മയ്ക്ക് 300 മില്ലി വെള്ളവും 4 ഈന്തപ്പഴവും മാത്രം ഭക്ഷണം. യുവതിക്ക് ദാരുണാന്ത്യം. കുറ്റ്യാടിയിൽ ക്യാൻസർ ബാധിതയായ വീട്ടമ്മ മരിച്ച സംഭവത്തിൽ ഇവരെ ചികിത്സിച്ച അക്യുപഞ്ചർ ചികിത്സാ കേന്ദ്രത്തിനെതിരെ ഗുരുതര പരാതിയുമായി കുടുംബം. അടുക്കടത്ത് സ്വദേശി ഹാജിറയാണ് കഴിഞ്ഞ ദിവസം മരിച്ചത്. ആവശ്യമായ ചികിത്സ ലഭിക്കാതെ ഹാജിറയെ മരണത്തിലേക്ക് നയിച്ചത് കുറ്റ്യാടി KMC ആശുപത്രിക്ക് മുന്നിൽ പ്രവർത്തിക്കുന്ന അക്യുപഞ്ചർ ചികിത്സാ കേന്ദ്രമാണെന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. യുവതിക്ക് സ്തനാർബുദമാണെന്ന് തിരിച്ചറിഞ്ഞിട്ടും കുടുംബത്തെ അറിയിക്കാതെ അക്യുപഞ്ചർ ചികിത്സ തുടരുകയായിരുന്നുവെന്ന് പരാതി ഉയരുന്നു. ഒരു ദിവസം വെറും 300 മില്ലി വെള്ളവും 4 ഈന്തപ്പഴവും മാത്രം കഴിക്കാനാണ് ഹാജിറയോട് അക്യുപഞ്ചർ ചികിത്സാ കേന്ദ്രത്തിലുള്ളവർ നിർദ്ദേശിച്ചത്. കഴിഞ്ഞ 1 മാസമായി യുവതി ഇത് മാത്രമാണ് കഴിച്ചിരുന്നത്. പിന്നീട് ആരോഗ്യം വഷളായതോടെ സംശയം തോന്നിയ ബന്ധുക്കൾ ഇവരെ കോഴിക്കോട്, ബംഗളൂരു എന്നിവിടങ്ങളിലെ ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകിയെങ്കിലും ഏറെ വൈകിയിരുന്നു.
കോട്ടയം നഗരസഭയിലെ കോടികളുടെ പെൻഷൻ തട്ടിപ്പ് പ്രതി പിടിയിൽ. പ്രതി അഖിൽ സി വർഗീസിനെ കൊല്ലത്ത് നിന്നാണ് വിജിലൻസ് സംഘം പിടികൂടിയത്. 2.5 കോടിയോളം തട്ടിയ കേസിലെ പ്രതി 1 വർഷത്തോളമായി ഒളിവിലായിരുന്നു. വ്യാജരേഖകൾ ഉണ്ടാക്കി പെൻഷൻ തട്ടിയെടുക്കുകയായിരുന്നു എന്നാണ് കേസ്. ആദ്യം ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച കേസ് പിന്നീട് വിജിലൻസിന് കൈമാറുകയായിരുന്നു. പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുത്ത് ക്രൈംബ്രാഞ്ച്. പെൺകുട്ടികളെ പിന്തുടർന്ന് ശല്യപ്പെടുത്തിയെന്ന പരാതിയിലാണ് നടപടിയെടുത്തിരിക്കുന്നത്. സ്വമേധയാ പോലീസ് കേസെടുക്കുകയായിരുന്നു. DGPക്ക് ലഭിച്ച പരാതികളിൽ പറയുന്ന സ്ത്രീകളുടെ മൊഴിയെടുക്കാനും ക്രൈംബ്രാഞ്ച് ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. രാഹുലിനെതിരെ നിയമപരമായ നടപടി ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി ഇന്ന് വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. സ്ത്രീകളെ പിന്തുടർന്ന് ശല്യപ്പെടുത്തിയതിനാണ് BNS വകുപ്പുകൾ ചേർത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുത്തിരിക്കുന്നത്.